നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ച് BJP പ്രവർത്തകർ. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിൽ ഇന്നോവ കാറിടിച്ച് അപകടം. ഇന്നോവ കാറിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് 3G ലൈബ്രറികൾ സ്ഥാപിക്കുന്ന വായിക്കാം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മാള അമ്പഴക്കാട്ടിൽ 6 ആടുകളെ കൂട്ടിൽ കയറി കൊന്നത് കുറുനരിയാണെന്ന് സംശയം. ചേർപ്പിൽ കർഷകയെ ആക്രമിച്ച് താറാവുകളെ മോഷ്ടിച്ച കേസിൽ കാപ്പ ചുമത്തിയ പ്രതി ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ച് BJP പ്രവർത്തകർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ച് അവഹേളനപരമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് സംസ്ഥാന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്വരാജ് റൗണ്ട് ചുറ്റിയായിരുന്നു പ്രതിഷേധ പ്രകടനം. തുടർന്ന് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ എത്തി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, നേതാക്കളായ നാഗേഷ്, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, വിപിൻ കുമാർ ഐനിക്കുന്നത്ത്, രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിൽ ഇന്നോവ കാറിടിച്ച് എറണാകുളം സ്വദേശികളായ ഫൈസൽ മുഹമ്മദ്, ഫരാസ് മുഹമ്മദ്, ഫൈസ ഫാത്തിമ, നൂർലേന, റയാൻ ആദം എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. അപകടത്തിൽ ഇന്നോവ കാറിലുണ്ടായിരുന്ന 5 പേർക്കാണ് പരിക്കേറ്റത്. വാഹനം ഓടിച്ചയാൾ ഉറക്കത്തിൽപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രഥമ വിലയിരുത്തൽ. ട്രാഫിക് പോലീസും തൃശൂർ ഈസ്റ്റ് പോലീസും സംഭവത്തിൽ അന്വേഷണം നടത്തിവരുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് 3G ലൈബ്രറികൾ സ്ഥാപിക്കുന്ന വായിക്കാം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ആദ്യഘട്ട പുസ്തക ശേഖരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. സബ് കളക്ടർ അഖിൽ V മേനോൻ പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ടാണ് ജില്ലാ കളക്ടർ ഉദ്ഘാടനം നിർവഹിച്ചത്. സിവിൽ സ്റ്റേഷൻ ജീവനക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പുസ്തകങ്ങൾ ശേഖരിക്കുന്നതിനായുള്ള ഈ ബുക്കത്തോണിന്റെ വിജയത്തിനായി എല്ലാവരുടെയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വായിക്കാം പദ്ധതിയിലൂടെ ജില്ലയിലെ വിവിധ അങ്കണവാടികളിൽ ഓരോ വായനശാല എന്നതാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. കുട്ടികൾ, മുതിർന്നവർ, വയോജനങ്ങൾ എന്നിങ്ങനെ സമൂഹത്തിലെ എല്ലാ തലമുറയിൽപ്പെട്ടവരിലും വായനാശീലം വളർത്തിയെടുത്ത് വായനയെ ലഹരിയാക്കി മാറ്റുകയും എല്ലാവർക്കും സംവദിക്കുന്നതിനും സൗഹാർദ്ദപരമായ ചർച്ചകളിലൂടെ മികച്ച ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള ഒരു ഇടം കൂടി ഈ പദ്ധതിയിലൂടെ ഒരുക്കിയെടുക്കുന്നു. വായിക്കാം പദ്ധതിയിലേക്ക് പുസ്തകം നൽകാൻ താൽപ്പര്യമുള്ളവർ 8304851680 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് മേധാവി P മീര, സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ, DCIP കോർഡിനേറ്റേഴ്സ്, ഇന്റേൺസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചേർപ്പിൽ കർഷകയെ ആക്രമിച്ച് താറാവുകളെ മോഷ്ടിച്ച കേസിൽ കാപ്പ ചുമത്തിയ പ്രതി ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. മുനേത്ത് താമസിക്കുന്ന മരത്താക്കര ഇളംതുരുത്തി തെക്കേത്തറ അമിത് ശങ്കർ 32 വയസ്സ്, മുനയം കോലോത്തുംകാട്ടിൽ ബാലു 27 വയസ്സ്, കുറുപ്പറമ്പിൽ പ്രബിൻ 31 വയസ്സ്, അയ്യന്തോൾ കാനാട്ടുകര വിജിൽ 34 വയസ്സ്, മുനയം നന്ദിപുരത്ത് പറമ്പിൽ അഭിജിത്ത് 21 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. 2022 തളിക്കുളം പുത്തൻതോട്ടിലെ ബാറിൽ ചക്കരപ്പാടം തോട്ടുങ്ങൽ ബൈജു 45 വയസ്സ് കൊല്ലപ്പെട്ട കേസുൾപ്പെടെ 24 കേസുകളിലെ പ്രതിയാണ് അമിത് ശങ്കർ. പാലക്കാട് പുതുനഗരം, ഒല്ലൂർ, കാട്ടൂർ, മണ്ണുത്തി, തൃശൂർ ടൗൺ ഈസ്റ്റ്, കയ്പമംഗലം പോലീസ് സ്റ്റേഷനുകളിലായി 6 വധശ്രമ കേസുകളും 2 കവർച്ചാ കേസും 3 അടിപിടി കേസുകളും ഇയാളുടെ പേരിലുണ്ട്. ബാലുവിന്റെ പേരിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും
കാട്ടൂർ, തൃശൂർ ടൗൺ ഈസ്റ്റ്, വല്ലപ്പാട്, അന്തിക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി ലഹരി ഉപയോഗിച്ച് പൊതുജനശല്യമുണ്ടാക്കിയതിനുള്ള 4 കേസുമുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് മത്തുള്ളിയാൽ പാടത്തു നിന്നാണ് കാറിലെത്തിയ പ്രതികൾ മധുരൈ സ്വദേശി 55 വയസ്സുള്ള വള്ളിയമ്മയെ ആക്രമിച്ച് താറാവുകളെ കവർന്നത്. 17 താറാവുകളെ കവർന്ന പ്രതികൾ ഏതാനും താറാവുകളെ കൊന്ന് ഭീകരാന്തരീക്ഷമുണ്ടാക്കി. CCTVയിൽ പതിഞ്ഞ കാറിൻ്റെ നമ്പർ അടിസ്ഥാനമാക്കി പോലീസ് 8 മണിക്കൂറിനുള്ളിൽ 5 പേരെയും പിടികൂടി. ചേർപ്പ് ഇൻസ്പെക്ടർ C. രമേശ്, SI A. സജിബാൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രാകേഷ്, ധനേഷ്, ഷിബിൻ, സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ PS. പ്രദീപ്, AO. വിപിൻ, ഗോകുൽദാസ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്നത്. മാരകമായ സാമൂഹിക വിപത്തായ മയക്കുമരുന്നിനെതിരെ, പ്രത്യേകിച്ച് രാസലഹരിക്കെതിരെ കേരള സമൂഹത്തിന്റെ ഒറ്റക്കെട്ടായ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്നത് ഇന്ന് കേരളത്തിലെ എക്സൈസ് സേനയാണെന്ന് തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. തൃശൂർ എക്സൈസ് അക്കാദമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ 31ാം ബാച്ച് സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും 13ാം ബാച്ച് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരിശീലനം പൂർത്തിയാക്കി എക്സൈസിന്റെ ഭാഗമായ യുവതീ-യുവാക്കൾ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. ബിരുദാനന്തര ബിരുദം, എഞ്ചിനീയറിംഗ് ബിരുദം, MCA തുടങ്ങി മികച്ച വിദ്യാഭ്യാസ നിലവാരമുള്ള ആളുകൾ എക്സൈസ് സേനയിലേക്ക് കടന്നുവരുന്നു എന്നത് സേനയുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 60 പുരുഷ സിവിൽ എക്സൈസ് ഓഫീസർമാരും 20 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരും പരിശീലനം പൂർത്തിയാക്കി പുറത്തിറങ്ങി. പരിശീലനം പൂർത്തിയാക്കിയ ട്രെയിനികളിൽ 39 ബിരുദധാരികളും 17 ബിരുദാനന്തര ബിരുദധാരികളും 16 ബിടെക് ബിരുദധാരികളും 2 BEd ബിരുദധാരികളും 1 MPhil ബിരുദധാരിയും 1 ഡിപ്ലോമ ബിരുദധാരിയും ഉൾപ്പെടുന്നു. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സേനാംഗങ്ങൾക്ക് മന്ത്രി പുരസ്കാരം വിതരണം ചെയ്തു. എക്സൈസ് കമ്മീഷണർ മഹിപാൽ യാദവ്, എക്സൈസ് അക്കാദമി ഡയറക്ടർ K. പ്രദീപ് കുമാർ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു. ചടങ്ങിൽ തൃശൂർ ഡെപ്യൂട്ടി മേയർ ML റോസി, വാർഡ് കൗൺസിലർ സാറാമ റോബ്സൺ, ജനപ്രതിനിധികൾ, മറ്റു വകുപ്പുകളിലെയും എക്സൈസ് വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അത് കൂടിയിട്ടുണ്ട് എന്നതിനർത്ഥം കേരളം നമ്പർ 1 ആണതിലെന്നല്ല. വസ്തുതാവിരുദ്ധമായ പരാമർശമാണ്. പക്ഷേ കേരളം താരതമ്യേന ഇന്ത്യയിൽ ഉപഭോഗത്തിൽ കുറവാണ് എന്നത് കണ്ട് ആശ്വസിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്. അത് ആശ്വസിക്കേണ്ട കാര്യമല്ല. നമ്മുടെ നാട്ടിൽ ഗണ്യമായിട്ട് ഉപയോഗം കൂടിയിട്ടുണ്ട്. ലോകത്താകെ കൂടിയിട്ടുണ്ട്, രാജ്യത്ത് കൂടിയിട്ടുണ്ട്. നേരറിവ് നല്ല നാളേക്ക് എന്ന മുദ്രാവാക്യമുയർത്തി മിഹ് റജാനുൽ ബദിയ മദ്രസ പ്രവേശനോത്സവം മാള റേഞ്ച് തല ഉദ്ഘാടനം ചാലക്കുടി ടൗൺ മദ്രസയിൽ നടത്തി. പ്രവേശനോത്സവം മാള റേഞ്ച് പ്രസിഡന്റ് ഹുസൈൻ ബാഖഫി ഉദ്ഘാടനം ചെയ്തു. മുത്തലീബ് മിസ്ബാഹി സന്ദേശം നൽകി. മുഹമ്മദ് കുട്ടി മൗലവി, ഷരീഫ് മൗലവി, മദ്രസ പ്രസിഡന്റ് നസീർ പുറക്കുളം, ഓഫീസ് സെക്രട്ടറി മുത്തലീബ്, രക്ഷാകർത്താക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാള അമ്പഴക്കാട്ടിൽ 6 ആടുകളെ കൂട്ടിൽ കയറിക്കൊന്നത് കുറുനരിയാണെന്ന് സംശയം. സംഭവത്തിന് ശേഷം 2 ദിവസവും പുലർച്ചെ 3-ന് ശേഷിക്കുന്ന ആടുകളുടെ സമീപം കുറുനരികൾ കൂട്ടമായി എത്തിയെന്ന് ഉടമ ചേറ്റിപ്പറമ്പിൽ ഗോപി പറഞ്ഞു. ഗോപിയുടെ 6 ആടുകളെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ കൂട്ടിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ശേഷിക്കുന്ന 2 ആടുകളെ മുറ്റത്തെ മരത്തിലാണ് പിറ്റേന്ന് കെട്ടിയിരുന്നത്. ജനൽ തുറന്നിട്ടാണ് ഗോപി കിടന്നിരുന്നത്. പുലർച്ചെ ആടിന്റെ കരച്ചിൽ കേട്ട് ഉണർന്ന് മുറ്റത്തിറങ്ങിയപ്പോൾ കൂട്ടമായി കുറുനരിയെ കണ്ടതായി ഗോപിയും ഭാര്യ മിനിയും പറഞ്ഞു. തുടർച്ചയായി 2 രാത്രിയിലും ഒരേ സമയത്ത് കുറുനരികളെ കണ്ടതോടെ ആടുകൾക്ക് കൂടുതൽ സുരക്ഷിതമായ കൂടൊരുക്കിയിരിക്കുകയാണ്. 6 ആടുകൾ കൊല്ലപ്പെട്ടതിൽ 1.25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഗോപി പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,285 രൂപ, പവന് 66,280 രൂപ.
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അവഹേളിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ച് BJP പ്രവർത്തകർ. തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ്സിൽ ഇന്നോവ കാറിടിച്ച് അപകടം. ഇന്നോവ കാറിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് 3G ലൈബ്രറികൾ സ്ഥാപിക്കുന്ന വായിക്കാം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മാള അമ്പഴക്കാട്ടിൽ 6 ആടുകളെ കൂട്ടിൽ കയറി കൊന്നത് കുറുനരിയാണെന്ന് സംശയം. ചേർപ്പിൽ കർഷകയെ ആക്രമിച്ച് താറാവുകളെ മോഷ്ടിച്ച കേസിൽ കാപ്പ ചുമത്തിയ പ്രതി ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.